എല്ലാവർക്കും നല്ലൊരു ശുഭദിനം ആശംസിച്ചുകൊണ്ട് നമ്മുടെ ഓൾ കേരള ട്രിപ്പിൻ്റെ ഡേ 10 ആരംഭിക്കുകയാണ് കേട്ടോ. ഞാൻ ഇപ്പോൾ നിൽക്കുന്നത് അറബിക്കടലിൻ്റെ തൊട്ടടുത്താണ്. ഈ കാണുന്നതാണ് അറബിക്കടൽ. നമ്മുടെ ചന്ദ്രൻ ഇങ്ങനെ നിൽക്കുകയാണ്. ഈ കാണുന്നതാണെങ്കിൽ മയ്യഴിപ്പുഴയാണ്. നേരെ ഓപ്പോസിറ്റ് നമുക്ക് കാണാൻ പറ്റുന്നത് നമ്മുടെ മാഹി ബ്രിഡ്ജാണ്. അപ്പോൾ ഇപ്പോൾ മനസ്സിലായി കാണും ഞാൻ എവിടെയാണ്. അതെ, ഞാനിപ്പോൾ നിൽക്കുന്നത് മാഹിയിലാണ്, നമ്മുടെ കണ്ണൂരിൻ്റെ അടുത്തുള്ള മാഹി. നമ്മുടെ ഓൾ കേരള ട്രിപ്പിൻ്റെ 10ാമത്തെ ദിവസം ഇന്നലെ കോഴിക്കോട് നമ്മൾ വൈൻഡപ്പ് ചെയ്ത് നമ്മൾ മാഹിയിലെത്തിയായിരുന്നു. അപ്പോൾ ഇനി മാഹിയിൽ നിന്ന് ഫുൾ ടാങ്ക് പെട്രോളൊക്കെ അടിച്ച് ഏകദേശം 1100 രൂപയ്ക്ക് പെട്രോൾ അടിച്ചപ്പോൾ ഫുൾ ടാങ്ക് 11 ലിറ്റർ പെട്രോളായി. അപ്പോൾ അതും സെറ്റാക്കി ഇനി നമ്മൾ ഇവിടെ നിന്ന് അടുത്തിന് പോകാൻ പോകുന്ന കണ്ണൂർക്കാണ്. ഇന്നത്തെ നമ്മുടെ യാത്ര കണ്ണൂരാണ്. ഇന്ന് കണ്ണൂർ നിൽക്കുക, നാളെ കാസർഗോഡ് കയറുക. കാസർഗോഡും കണ്ടിട്ട് അല്ലെങ്കിൽ നാളെ ഒരു ദിവസം റെസ്റ്റ് എടുത്താൽ കൊള്ളാമെന്നൊരു പ്ലാനുണ്ട്, നോക്കട്ടെ. അപ്പോൾ എന്തായാലും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഹാർദമായ സ്വാഗതം. അപ്പോൾ ഇവിടുത്തെ പാർക്കിലെ കാഴ്ചയും കണ്ട് നമുക്ക് കണ്ണൂരിലുള്ള കാഴ്ചകളൊക്കെ ഒന്ന് കാണാം. അപ്പോൾ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമ്മുടെ മയ്യഴിപ്പുഴയുടെ അക്കരക്കരയിൽ മത്സ്യബന്ധനത്തിന് പോയിട്ട് വന്ന ബോട്ടൊക്കെ ഒതുക്കിയിട്ടിരിക്കുന്നത് കാണാൻ പറ്റും. ഈ കാണുന്നത് മാഹി പാലം. ഇത് അത്യാവശ്യം നല്ലൊരു പാർക്കാണ് കേട്ടോ. ഏത് പാർക്കാണെന്നൊരു പിടിയില്ല. ഇന്നലെ രാത്രി ഞാൻ വന്നിരുന്നതാണ്. അപ്പോൾ ഇന്ന് രാവിലെ ഇവിടെ നിന്ന് അങ്ങോട്ട് പോകണം. ലൈറ്റ് ഓഫ് ആയോ എന്താടേ? അപ്പോൾ ഇന്ന് രാവിലെ ഇവിടെ നിന്ന് പോകാനുള്ള പ്ലാനാണ്. പിന്നെ ഇന്നലത്തെ വീഡിയോസൊന്നും എഡിറ്റ് ചെയ്തില്ല. ഇന്നലത്തെ ഷോർട്ട് വീഡിയോസൊന്നും എഡിറ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല. ഇവിടെ അത്യാവശ്യം ഇരിക്കാൻ പറ്റിയ നല്ല നല്ല സ്പോട്ടുകളുണ്ട്. പക്ഷേ ഇന്നലെ രാത്രി ഇവിടെ വന്നപ്പോൾ വവ്വാലിൻ്റെ ബഹളം, എൻ്റെ അമ്മോ, ഒരു രക്ഷയില്ല. പിന്നെ ഈ മയ്യഴിപ്പുഴയിൽ ഇഷ്ടംപോലെ മീനുണ്ട് കേട്ടോ. നമ്മുടെ നാട്ടിലെങ്ങനെ മീൻ പിടിച്ചുകൊണ്ട് നടക്കായിരുന്നു. അവിടെ ഇവിടെ കക്കയും ചിപ്പിയൊക്കെ ഇരിക്കുന്നത് അടിപൊളിയല്ലേ. അടിപൊളി കണമ്പ് പിടുത്തം തകൃതിയായിട്ട് നടക്കുന്നു. കണ്ടുകൊണ്ട് നിന്ന് കഴിഞ്ഞാൽ ഞാൻ ഇന്ന് മുഴുവൻ ഇവിടെ നിൽക്കും. രാവിലെ ഇപ്പോൾ സമയം ഏകദേശം 8 മണിക്കടുത്തായിട്ടുണ്ട്. നമ്മുടെ യാത്ര ആദ്യം കണ്ണൂർ ഫോർട്ടിലേക്കാണ്. കണ്ണൂർ ഫോർട്ടൊന്ന് കാണണം. പരശ്ശിനിക്കടവ് പറ്റുവാണെങ്കിൽ ഒന്ന് പോകണം. പിന്നെ വൈകുന്നേരം മുഴുപ്പിലങ്ങാട് ബീച്ചൊന്ന് പോകണം, ഡ്രൈവിംഗ് ബീച്ച്. പിന്നെ ഇതിൻ്റെ ഇടയിൽ സ്റ്റേയും കൂടെ സെറ്റ് ചെയ്യണം. അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് ഇറങ്ങാം. മാഹി നമ്മൾ വിടുകയാണ് നേരെ കണ്ണൂർക്ക്. ഇപ്പം നിൽക്കുന്നത് റിവർ സൈഡ് വാൾക്ക് വേ മാഹിയുടെ അടുത്താണ്. നമ്മുടെ വാഹനം ഇവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട്. പുതുശ്ശേരി റോഡ് ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ അൾട്രാ ഡീലക്സ് പുതുശ്ശേരിയിലെ വണ്ടിയാണ്. നമ്മുടെ KSRTC പോലത്തെ പുതുശ്ശേരി വാഹനം. കോയമ്പത്തൂർ ടു പാലക്കാട് കാലിക്കട്ട്. അടിപൊളി. PY 01 ആണ് രജിസ്ട്രേഷൻ വരുന്നത്. പിന്നെ ഫ്രണ്ടിൽ ക്യാമറയൊക്കെ ഇരിപ്പുണ്ട്. അൾട്രാ ഡീലക്സ്. അപ്പോൾ രാവിലെ തന്നെ നമ്മുടെ യാത്ര തുടങ്ങി. മാഹി പാർക്കിലൊക്കെ ഒന്ന് പോയി. ഈ കാണുന്ന കടയിൽ നിന്നാണ് ഫുഡ് കഴിച്ചത്. ഫുഡും കഴിച്ചു. ഏകദേശം 66 രൂപയായിട്ട് 2 പൊറോട്ട, ഒരു മുട്ടക്കറി. ഇവിടെ വേറെ ഗ്രേവിയൊന്നും തരില്ല, അവരെന്നെ തേച്ചു. അങ്ങനെ ഒരു മുട്ടക്കറി വാങ്ങേണ്ടി വന്നു. എന്നാലും കുഴപ്പമില്ല. പിന്നെ നമ്മുടെ വണ്ടിയുടെ ഹെൽമെറ്റിൻ്റെ മിറർ ഗ്ലാസ് പോയി. അതൊരു വലിയൊരു ടാസ്ക്കായി, വിളവിപ്പോയി കേട്ടോ. അതിനെ ഇന്ന് എവിടെയെങ്കിലും കൊടുത്തൊന്ന് സെറ്റ് ചെയ്യണം. പിന്നെ ഇന്നലെ മാഹിയിൽ നിന്ന് ഏകദേശം ഫുൾ ടാങ്ക് പെട്രോൾ അടിച്ചിട്ടുണ്ട്. 1050 രൂപയ്ക്ക് ഇന്നലെ പെട്രോള്. കാസർഗോഡ് 129, മാംഗ്ലൂർ 171, തലശ്ശേരി 5, വിമാനത്താവളം 31. അങ്ങനെ നമ്മൾ ഏകദേശം കണ്ണൂരിൻ്റെ അടുത്ത് എത്താറായിരിക്കുകയാണ്. നമ്മുടെ ഓൾ കേരള ട്രിപ്പിൻ്റെ ഫൈനൽ ഡെസ്റ്റിനേഷനാണ് കാസർഗോഡ്. അപ്പോൾ കാസർഗോഡ് മിക്കവാറും നാളെ ഞാൻ എത്താൻ ചാൻസ് ഉണ്ട്. ഈ പോകുന്ന സമയത്ത് ഒരു ട്രെയിൻ എങ്ങാനും വന്നിരുന്നെങ്കിൽ സെറ്റായിരിക്കും. കാരണം വലത് സൈഡിൽ കാണുന്ന റെയിൽവേ ട്രാക്കാണ്. കാണാൻ പറ്റൂല്ലെന്നറിയില്ല. വലത് സൈഡിൽ കാണുന്ന റെയിൽവേ ട്രാക്കാണ്. ഒരു ട്രെയിൻ വന്നെങ്കിൽ ട്രെയിൻ നമ്മൾ അടുത്തൂടെ പോകുന്നൊരു കാഴ്ച നമുക്ക് കാണാൻ പറ്റുമായിരുന്നു. മിക്കവാറും ഇടത് സൈഡിൽ കടലുമാണ്. അടിപൊളി കടൽ, റെയിൽവേ ട്രാക്ക്, നടുവിലൂടെ റോഡ്. ആ റോഡിലൂടെയാണ് നമ്മുടെ യാത്ര. അപ്പോൾ ഇനിയിപ്പോൾ എത്ര ദൂരം കാണിക്കുന്നുണ്ട് മാപ്പമ്മച്ചി എവിടെ? ഓഹോ, മാപ്പ് ഏകദേശം 25 കിലോമീറ്റർ 40 മിനിറ്റ് കാണിക്കുന്നുണ്ട്. രാവിലെ ആയതുകൊണ്ട് ബ്ലോക്കില്ല. എനിക്ക് തോന്നുന്നത് ഈ റോഡ് നേരെ പോകുന്നത് നമ്മുടെ കണ്ണൂർ ഫോർട്ടിലേക്കായിരിക്കും. ഇന്നലത്തെ
ഇന്നലത്തെ യാത്രയ്ക്ക് നമുക്ക് വന്ന ബഡ്ജറ്റ് എന്ന് പറയുന്നത് ഏകദേശം ഒരു 410 രൂപയാണ് കേട്ടോ. ഒരു കൂട്ടുകാരൻ പറഞ്ഞിട്ട് ഞാനിപ്പോൾ എൻ്റെ ബഡ്ജറ്റിൻ്റെ വീഡിയോ നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൽ ഞാൻ കണക്കൂട്ടി നോക്കിയപ്പോൾ ഇന്നലെ സ്റ്റേൻ്റെ ചേട്ടൻ്റെ വീട്ടിലായിരുന്നു. സ്റ്റേ ഇല്ലാതെ എനിക്കൊരു 400 രൂപയ്ക്കകത്തേ ആയിട്ടുള്ളൂ. അപ്പോൾ ഇന്ന് ഞാൻ കാസർഗോഡ് കണ്ണൂർ റൂം സെറ്റ് ചെയ്തിട്ടുണ്ട്. ഏകദേശം 250 രൂപയ്ക്ക് നമുക്കൊരു സിംഗിൾ ബെഡും റൂമും കിട്ടും. അപ്പോൾ അത് കിട്ടുവാണെങ്കിൽ നമുക്ക് ഇന്നും ഒരു 500-600 രൂപയ്ക്കകത്ത് ബഡ്ജറ്റ് ആകത്തുള്ളൂ. അപ്പോൾ യാത്ര ചെയ്യുമ്പോൾ നമുക്ക് എങ്ങനെ യാത്ര ചെയ്യണം എന്നുള്ളത് നമുക്ക് തീരുമാനിക്കാം. ഇങ്ങനെ ലോ ബഡ്ജറ്റിൽ യാത്ര ചെയ്യാം കേട്ടോ. ഇന്നലത്തെ ഒരു ദിവസത്തെ എക്സ്പെൻസ് എന്ന് പറയുന്നത് 400 രൂപയാണ്. അപ്പോൾ ഇതുപോലെ ഓരോ ദിവസം മിച്ചം പിടിച്ചാൽ പോലും എനിക്കിപ്പോൾ ഇത്തിരി ഇത്തിരി എക്സ്പെൻസായിട്ട് എനിക്ക് താമസിക്കണമെന്ന് വിചാരിച്ചാൽ, കാരണം എനിക്ക് കൂർഗിൽ ഒരു ദിവസം പോകണം. അപ്പോൾ എൻ്റെ പൊന്നേ എന്നാൽ പെട്ടെന്ന് പോകണം. അപ്പോൾ കൂർഗിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് എന്തായാലും ഒരു 1000 രൂപ 800+ റൂമിന് ബഡ്ജറ്റ് ആവും എന്തായാലും. അപ്പോൾ അത് മസ്റ്റായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ആ വരുന്ന ബഡ്ജറ്റിന് കൂടുതൽ വരുന്ന പൈസ നമ്മൾ ഇവിടെ നിന്ന് എവിടെന്നെങ്കിലുമൊക്കെ ഇങ്ങനെ മിച്ചം പിടിക്കുക. ഒരു ദിവസം ഒരു 800 രൂപ 900 രൂപ റേറ്റിൽ പിടിച്ച് പോയി കഴിഞ്ഞാൽ നമുക്കൊരു 25 ദിവസം കൊണ്ട് ഒരു 20,000 രൂപയിൽ ഈ ഒരു യാത്ര ഒതുക്കാൻ പറ്റും. അങ്ങനെ തലശ്ശേരിയോട് വിട പറയുകയാണ് നേരെ കണ്ണൂർക്ക്. നമ്മളിപ്പോൾ കൊച്ചി കന്യാകുമാരി നാഷണൽ ഹൈവേയിലൂടെയാണ് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. കന്യാകുമാരി എന്ന് പറയുമ്പോൾ നമ്മളെ നാട്ടിൻ്റെ തൊട്ടൊക്കെ അടുത്താണ്. അവിടെ നിന്ന് ഒരു 50 കിലോമീറ്ററേ ഉള്ളൂ നമുക്ക് കന്യാകുമാരിക്ക്. പക്ഷേ കന്യാകുമാരിയിലെ വീഡിയോ നമ്മൾ ചെയ്തിട്ടില്ല. പോയിട്ടുണ്ട് കേട്ടോ, ഇഷ്ടംപോലെ രാജ്യം പോയിട്ടുണ്ട്. ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടി പോകുന്നത് അത് വേറൊരു വൈബിലാണ് പോകുന്നത്. അല്ലാതെ എൻജോയ് ചെയ്യാൻ പോകുമ്പോൾ വീഡിയോ എടുക്കാനായിട്ട് ഞാൻ മെനക്കെട്ട് നിൽക്കാറില്ല. ഞാൻ ആ സമയം എൻജോയ് ചെയ്യുകയുള്ളൂ. എൻജോയ് ചെയ്യുക, ആ ഒരു സമയം ആ ഒരു മൂഡ്. വീഡിയോ എടുക്കാൻ പോകുമ്പം ഈ ഒരു മൂഡ്. ഇടത് സൈഡിൽ ബീച്ചും പുലിമുട്ടൊക്കെ കാണാൻ പറ്റും. കല്ല് അടുക്കി കയറ്റി വെള്ളം കയറാതിരിക്കാൻ വേണ്ടിയൊക്കെ നല്ല രീതിക്ക് സെറ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ ഇപ്പോൾ ഒരു കൂട്ടുകാരൻ വിളിച്ച് അങ്ങനെ കുറച്ച് നേരം ഒതുക്കി നിർത്തിയിരുന്നു. അല്ലെങ്കിൽ അല്പം കൂടെ അങ്ങോട്ട് പോയിട്ട് എവിടെ അതേ സ്ഥലം സെഞ്ച്വറി പാർക്ക് തലശ്ശേരി. ഇവിടെ ഇങ്ങനെ പാർക്കൊക്കെ ഉണ്ടായതല്ലേ. ഓക്കെ, നോക്കട്ടെ, പറ്റുവാണെങ്കിൽ പോയിട്ട് തിരിച്ചു വരാം. കണ്ണൂർ 19 കിലോമീറ്റർ വലത്തേക്ക് ഇരിട്ടി. അപ്പോൾ ഇന്ന് നമ്മൾ കണ്ണൂർ ഫോർട്ടിൻ്റെയും വൈകുന്നേരം മുഴുപ്പിലങ്ങാട് ബീച്ചിൻ്റെയും വീഡിയോ മാത്രമേ എടുക്കുന്നുള്ളൂ. അയ്യോ, അടിപൊളി ഒരു കണ്ടൽക്കാട്, അടിപൊളി. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഉച്ചയ്ക്ക് കുറച്ച് സമയം വേറെ കുറച്ച് പരിപാടികളാണ്. 1-2 ഫ്രണ്ട്സിനെ കാണാൻ പോകണം. അപ്പോൾ അങ്ങനെ ഒരു കറക്കം. അതാണ് പിന്നെ മെയിനായിട്ട് രാവിലെ ഇറങ്ങിയത്. പിന്നെ ഇന്നലത്തെ ഷോർട്ട് വീഡിയോ എഡിറ്റ് ചെയ്യാനുണ്ടായിരുന്നു. അപ്പോൾ അതും ഞാൻ തന്നെ എഡിറ്റ് ചെയ്തു. രാവിലെ വോയിസൊക്കെ ഡബ് ചെയ്തു. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര പണിയാണ്. രാവിലെ ഒരു വീഡിയോ എടുക്കുന്നു, എഡിറ്റ് ചെയ്യുന്നു, അപ്ലോഡ് ചെയ്യുന്നു, അടുത്ത ഉച്ചയ്ക്ക് എഡിറ്റ് ചെയ്യുന്നു, അപ്ലോഡ് ചെയ്യുന്നു. ഇതെല്ലാം മൊബൈലിലാണ് ചെയ്യുന്നത്. അതാണ് ഏറ്റവും വലിയൊരു ടാസ്ക് പിടിച്ച പരിപാടി. പിന്നെ അടുത്തൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഏറ്റവും കിട്ടിയ പണി വരുന്ന വഴിക്ക് പവർ ബാങ്ക് അടിച്ചു പോയി. ഇനി പവർ ബാങ്കിന് വേണ്ടി പ്രത്യേകിച്ച് പൈസ മുടക്കാൻ വയ്യ എന്നുള്ള കൺസെപ്റ്റിലിരിക്കുവാണ്. എങ്ങനെ പോയാലും 20,000 mAh പവർ ബാങ്ക് ആണെങ്കിൽ മിനിമം ഒരു 1,500-2,000 രൂപയാവും നല്ലത്. അപ്പോൾ അതിലും ഒരു പണി കിട്ടി നമുക്ക്. എന്തായാലും നമുക്ക് നോക്കി നോക്കാം ഇനി ഏതുവരെ പോകുന്നു. കാരണം ഇപ്പോൾ ഇടയ്ക്കൊരു ചായ കുടിക്കാൻ ഒരു കടയിൽ കയറുന്നു, ഒരു 10 മിനിറ്റ് ഫോൺ ചാർജിനിടുന്നു, ചായ കുടിക്കുന്നു. ആ സമയം കൊണ്ട് ഏകദേശം ഒരു 30% ചാർജ് അങ്ങ് കയറും. ആണെങ്കിലും ഇന്നലെ മാഹിയിലേക്ക് വരുന്ന വഴിക്ക് നാദാപുരം ബ്ലോക്കിൽ കുറേ നേരം പെട്ടായിരുന്നു കേട്ടോ. അപ്പോൾ പെട്ടപ്പോൾ 2 പയ്യന്മാർ, എനിക്ക് അവരുടെ പേരൊന്നും എനിക്കറിയില്ല, ഇവരിതുപോലെ ബാക്കിൽ നിന്ന് വന്നിട്ട് സൈഡിൽ നിന്ന് കയറ്റി നിർത്തിയിട്ട് എന്നോട് ചോദിച്ച് യൂട്യൂബറാണോ ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞാൽ ചെറിയൊരു ചാനലുണ്ട് എന്ന് അവരോട് പറഞ്ഞു. സംഭവം ഗോപ്രോ ഒന്നും നമ്മൾ ചെസ്റ്റിൽ മൗണ്ട് ചെയ്തിട്ടില്ലായിരുന്നു, അല്ലായിരുന്നെങ്കിൽ നമുക്ക് വീഡിയോ ഒക്കെ എടുക്കായിരുന്നു. അപ്പോഴേ ഈ പുള്ളിക്കാരൻ ഉടനെ എൻ്റെ വീഡിയോ എടുത്ത് കാണിച്ചു തന്നു. ഞാൻ ചോദിച്ച് ഇതെങ്ങനെ? ധർമ്മടം പോലീസ് സ്റ്റേഷൻ. ഞാൻ ചോദിച്ചു ഇതെങ്ങനെ? അപ്പോൾ പറഞ്ഞ് വണ്ടിയുടെ ബാക്കിൽ ചാനലിൻ്റെ പേര് എഴുതിയിട്ടുണ്ട്, അങ്ങനെ കണ്ടുപിടിച്ച് തന്നു. സത്യം അങ്ങനെ 2 സബ്സ്ക്രൈബറിനെ കിട്ടി. ആ പയ്യന്മാരും നല്ല സപ്പോർട്ടാണ് കേട്ടോ. ആ പയ്യന്മാർ പറഞ്ഞ് ചേട്ടാ 2 സബ്സ്ക്രൈബറിനെ കിട്ടി, നമ്മൾ കട്ടയ്ക്ക് സപ്പോർട്ട് ചെയ്യുമെന്നൊക്കെ പറഞ്ഞായിരുന്നു. നമുക്ക് നമ്മുടെയൊക്കെ ലൈഫിൽ അയ്യോ അണ്ണാ, നമ്മുടെയൊക്കെ ലൈഫിൽ ഇതൊക്കെയാണ് നമുക്ക് മറക്കാനാവാത്ത നല്ല നിമിഷങ്ങളെന്ന് പറയുന്നത്. നമ്മളാര് കൂടെ നിൽക്കുന്നില്ല എന്നല്ല, നമ്മുടെ സന്തോഷങ്ങൾക്ക് വേണ്ടി പോവുക, നമ്മുടെ സന്തോഷങ്ങൾക്ക് വേണ്ടി ജീവിക്കുക, അത്ര തന്നെ. ജോലിയുള്ള സമയത്ത് ജോലിയും. ഈ റൂട്ട് കാണാൻ വളരെ മനോഹരമാണ്. 2 സൈഡിലും മരങ്ങളും, ഇതിൻ്റെ നടുവിലൂടെ നമ്മുടെ ബൈക്കിലൊരു യാത്രയും. അടിപൊളി. ഇത് എല്ലാ ദിവസവും നമ്മൾ ഇതുപോലെ കുറച്ച് സ്ഥലങ്ങൾ എന്തായാലും കാണും. അടിപൊളി സ്ഥലങ്ങളായിരിക്കും.
അതൊന്നും നമ്മൾ വീഡിയോയിൽ എടുക്കുന്നില്ല കേട്ടോ, കുറച്ച് മാത്രമാണ് നമ്മൾ വീഡിയോ ആയിട്ട് ചെയ്യുന്നത്. ഫോർട്ട് ഇങ്ങോട്ട് തന്നെയാണോ? ഓക്കെ, അപ്പോൾ ഇങ്ങോട്ട് തന്നെയാണെന്ന് പറയുന്നു. നോക്കട്ടെ ബൈക്കിന് എവിടെ വയ്ക്കാൻ പറ്റുമോ. നേരെ ഫ്രണ്ടിൽ കാണുന്നത് കേട്ടോ സെൻറ്റ് ആഞ്ചലോ ഫോർട്ട്. ഇവിടെ ടൂറിസ്റ്റ് ബസ്സുകളൊക്കെ വന്ന് കിടപ്പുണ്ട്. ടൂറിസ്റ്റൊക്കെ വന്നു തുടങ്ങി. ഇന്ന് പറയുമ്പോൾ ശനിയാഴ്ചയില്ല, അപ്പോൾ പിന്നെ അതിൻ്റേതായ ഒരു തിരക്കുന്നുണ്ടാവും. ഈ ഒരു ആട്ടോ ഉണ്ടോ, സെറ്റല്ലേ, ഓട്ടോറിക്ഷ ടിക്കറ്റ് കൗണ്ടർ. അങ്ങനെ അവസാനം നമ്മൾ കണ്ണൂർ കോട്ട അല്ലെങ്കിൽ സെൻറ്റ് ആഞ്ചലോ കോട്ടയുടെ മുന്നിലെത്തിയിട്ടുണ്ട്. ബൈക്കൊക്കെ ഇവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ കുറേ നേരം ഞാൻ ഇവിടെ ഇരിക്കുകയായിരുന്നു കേട്ടോ, ഈ തണലത്തിരിക്കാൻ നല്ലൊരു പ്രത്യേക ഒരു ഫീലാണ്. ഇനി വേണം ഇവിടെ നിന്ന് അകത്തോട്ട് പോകാൻ. രാവിലെ ഒരു 10-30 കിലോമീറ്റർ വാഹനം ഓടിയതിൻ്റെ ഒരു ക്ഷീണവും ഇന്നലത്തെ യാത്രാക്ഷീണമൊക്കെ ഉണ്ട്. അപ്പോൾ അത്യാവശ്യം ടൂറിസ്റ്റുകളൊക്കെ വന്ന് തുടങ്ങിയതേ ഉള്ളൂ. നമുക്കിനി അങ്ങോട്ട് പോയി നോക്കാം. പാസ്, കാര്യങ്ങൾ, ബാക്കിയുള്ള സംഭവങ്ങളൊക്കെ ഒന്ന് നോക്കാം. ഇവിടുത്തെ സന്ദർശനം സമയം വരുന്നത് രാവിലെ 8 മണി മുതൽ വൈകിട്ട് 6 മണി വരെയാണ്. അതിനകത്ത് ഹെലി ക്യാമൊന്നും ഉപയോഗിക്കാൻ പറ്റില്ല. നോ സിഗരറ്റ്, നോ ആൽക്കഹോൾ. നമ്മൾ CCTV നിരീക്ഷണത്തിലാണ്. കൊള്ളാമല്ലോ. അവിടെ വെള്ളത്തിനകത്ത് പോത്ത് കിടന്ന് കുളിക്കുന്നു. പോത്തിന് ഏതൊരിയായിരിക്കും ഇറക്കിയേ? വേണ്ട, ചിന്തിക്കാനാണെങ്കിൽ ആവശ്യത്തിനധികം പ്രശ്നങ്ങളുണ്ട്. നമ്മളതൊന്നും ചിന്തിക്കില്ല. ഗോ സെൻറ്റ് ആഞ്ചലസ് കോട്ട അല്ലെങ്കിൽ കണ്ണൂർ കോട്ടയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ കണ്ണൂർ കോട്ട നിർമ്മിച്ചത് പോർച്ചുഗീസുകാരാണ്. ത്രികോണാകൃതിയിലാണ് ഈ ഒരു കണ്ണൂർ ഫോർട്ട് അവർ നിർമ്മിച്ചിരിക്കുന്നത്. വെയിലുണ്ട്. പീരങ്കിയൊക്കെ ഇരിക്കുന്നു. നമുക്കിന്ന് പീരങ്കിയിൽ കയറിയിരുന്ന് കളിക്കണം. കുറേ നാളായി കൊച്ചു പിള്ളേരെ പോലെ ആയിട്ട്. ഭയങ്കര വലിയൊരു ഉത്തരവാദിത്തം പോലെ ആയിപ്പോയി ഈ ഒരു വീഡിയോ എടുപ്പ്. അടിപൊളി, നല്ല പൂക്കളൊക്കെ പൂത്തിരുന്നു. പക്ഷേ ഈ ഒരു പൂ ഇവിടെ നിൽക്കുന്നതിന് പകരം ഈ ഒരു ലൈന് മൊത്തം ഈ പൂക്കളായിരുന്നെങ്കിൽ സെറ്റായിരിക്കില്ലായിരുന്നു. നമ്മൾ ഇങ്ങനെ നടന്നു പോകുമ്പോൾ ഇങ്ങനെ മൊത്തം പൂക്കൾ അടിപൊളിയായിരിക്കുമായിരുന്നു സത്യം. ആരെങ്കിലുമൊക്കെ അതുപോലെയൊക്കെ ചെയ്തിരുന്നെങ്കിൽ കൊള്ളായിരുന്നു. പണ്ടത്തെ പീരങ്കി ഉണ്ടോ? ഇല്ല, ഉണ്ടയില്ലാത്ത പീരങ്കി. സത്യം പറഞ്ഞാൽ അന്തവും കുന്തവും ഇല്ലാത്ത വെയിലാണ്. ഈ ഒരു മരത്തിൻ്റെ തണലിൽ വന്നപ്പോഴാണ് ശകലം ഒരു തണൽ കിട്ടിയത്. ഇവിടെ ഇഷ്ടം പോലെ പീരങ്കി ഇരിപ്പുണ്ട് കേട്ടോ. പീരങ്കി തന്നെ. പണ്ടത്തെ പീരങ്കികൾ നമുക്കിവിടെ കാണാം. ഇതിൻ്റെ മുകളിൽ കൂടെ നടക്കാവോ? വേണ്ട, നടന്ന് വെറുതെ ഇടി വാങ്ങിച്ച് വയ്ക്കേണ്ട. ഇവിടെ ക്ലോസ് ആക്കി ഇട്ടേക്കുവാണ് താഴോട്ട്. ഇത് നേരെ ധർമ്മടം ബീച്ചിലേക്കാണ് കേട്ടോ, ബോട്ടിങ്ങിൻ്റെ ഫിഷിംഗ് ഹാർബറിലോട്ടായിരിക്കും പോണേ. ഇതിൻ്റെ മുകളിൽ കൂടെ വേണമെങ്കിൽ നടക്കാം, പക്ഷെ നമ്മൾ നടക്കാനൊന്നും പോകുന്നില്ല. കാരണം വേണമെങ്കിൽ നടക്കാമെന്ന് പറഞ്ഞത് ഞാൻ എൻ്റെ ഇഷ്ടപ്രകാരം പറഞ്ഞതാണ്, മറ്റാരും പറഞ്ഞതല്ല. അവസാനം ഞാൻ തന്നെ നടന്നിട്ട് ഞാൻ തന്നെ പണി വാങ്ങിച്ച് വയ്ക്കുന്നത് ശരിയല്ല. ഫോർട്ട് സെൻറ്റ് ആഞ്ചലോ കോട്ടയ്ക്കകത്തേക്ക് നമുക്ക് സുസ്വാഗതം. അങ്ങനെ നമ്മൾ സെൻറ്റ് ആഞ്ചലോ കോട്ടയ്ക്കകത്തോട്ട് കയറിയിരിക്കുകയാണ്. എന്നെ ഓട്ടിക്കും. ഇതാണ് കേട്ടോ നമ്മൾ കയറി വരേണ്ട എൻട്രൻസ്. ഓരോരോ ജയില് പോലെ തടവറകളോ എന്താണത്, എന്തായാലും നോക്കാം. ഇവിടെ എവിടെ കൂടെ പോകണമെന്നൊരു പിടിയില്ല. ഇവിടെ നിന്ന് ഇടത്തേക്കൊരു വഴി കിടപ്പുണ്ട്, ഇത് നമുക്ക് നോക്കി നോക്കാം. ജയിലാണ് ഇത്, ലോക്ക് ചെയ്ത് വെച്ചിരിക്കുന്നുണ്ടോ, സെറ്റാണ്, ഒരു സ്ക്രൂ വെച്ച്. ചിലപ്പോൾ ഇത് അകത്തോടെ വരാനുള്ള വഴി വല്ലതുമായിരിക്കും, തുരങ്കം. ഇതുവഴി നമുക്ക് മുകളിലേക്ക് കയറാം. ഇവിടെ സ്റ്റെപ്പൊക്കെ ഉണ്ട്. ഇതുവരെ ആരും നമ്മളൊന്നും പറഞ്ഞില്ല സ്റ്റെപ്പ് കയറുന്നതിന്. സ്റ്റെപ്പിലോട്ട് കയറി വെക്കാം. പിന്നെ സെക്യൂരിറ്റി ആണെങ്കിൽ അവിടെ ഹെഡ്സെറ്റും വെച്ച് പാട്ടും കേട്ടോണ്ടിരിക്കുക. ഇതിൻ്റെ മുകളിൽ കയറി കഴിഞ്ഞാൽ ചിലപ്പോൾ കടലിൻ്റെ കടലിൻ്റെ ഒരു മനോഹരമായൊരു വ്യൂ നമുക്ക് അങ്ങോട്ട് പോയിട്ട് കാണാം. 16-ാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിലാണ് കേട്ടോ ഈ ഒരു സെൻറ്റ് ആഞ്ചലോസ് കോട്ട നിർമ്മിച്ചത് കണ്ണൂരിൽ. താഴെ കടലാസ് ചെടിയൊക്കെ പൂത്ത് നിൽക്കുവാണ്. 2 കളർ. ആ കളർ കൊള്ളാം കേട്ടോ, ഒരു വെറൈറ്റി കളറാണ്.
നമുക്ക് നമ്മുടെ നാട്ടിലൊക്കെ ഏകദേശം എല്ലാവരും ഈ ഒരു കളറാണ് വെച്ച് പിടിപ്പിക്കുന്നത്. ഈ ഒരു കളറും മനോഹരമായി തന്നെയുണ്ട്. നമുക്കിവിടെ നിന്ന് ഈ സൈഡിൽ കൂടെ നടക്കാവും, വേദിയൊക്കെ നടന്നെത്തുന്നുണ്ട്. ഈ സൈഡിൽ നിന്നും ധർമ്മടം ബീച്ചിൻ്റെ കാഴ്ചകൾ കാണാം. ഫിഷിങ്ങിന് പോകുന്ന ബോട്ടുകളും ഫിഷിംഗ് ഹാർബറും എല്ലാം ഇവിടെയാണ്, ഈ ഒരു ഭാഗത്തായിട്ടാണ് വരുന്നത്. ഇങ്ങ് മുകളിൽ നിന്നുകൊണ്ട് തന്നെ നമുക്ക് ഫ്രണ്ടിലത്തെ അത്യാവശ്യം നല്ല കാഴ്ച കാണാൻ പറ്റും. നമ്മുടെ കണ്ണൂർ ഫോർട്ടിൻ്റെ സെൻറ്റ് ആഞ്ചലോ കോട്ട. മുകളിൽ പഴയ വാസ്തുവിദ്യയെല്ലാം നമുക്ക് കാണാൻ പറ്റും. ഈ ഒരു കോട്ടയുടെ ഈ ഒരു കല്ലൊക്കെ കണ്ടോ, നമ്മുടെ പഴയ വെട്ടുകല്ലാണെന്ന് തോന്നുന്നു. വെട്ടുകല്ല്, അത് തന്നെ വെട്ടുകല്ല്. ഇവിടെ താഴോട്ട് നോക്കിയാൽ താഴെ റോഡാണ്. ശ്രീ അറിഞ്ഞില്ല ഉണ്ണി, ആരും പറഞ്ഞില്ല. നമ്മൾ നേരത്തെ വന്നൊരു ഭാഗം അവിടെയാണ്. അവിടെ നിന്ന് നമുക്ക് ആ ഒരു ഗേറ്റ് തുറന്നാൽ താഴത്തെ ഒരു ഭാഗത്തേക്ക് പോകും. അവിടെ ഇപ്പോൾ പണി നടക്കുവാണ്. അപ്പോൾ അതിൻ്റെ എൻട്രൻസ് ഇതുവഴിയാണ് കേട്ടോ വരുന്നത്. പുറത്തുകൂടിയാണ് അതിൻ്റെ എൻട്രൻസ് വരുന്നത്. ടോയ്ലറ്റൊക്കെ അവിടെയുണ്ട്, പക്ഷേ ഇവിടെ ക്ലോസ്ഡാണ്. ഇച്ചിരി തണലത്തോട്ടം നിൽക്കുക. വെയിൽ കൊണ്ട് പൊളിഞ്ഞു ഗൈസ്. പൊളിഞ്ഞെന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല. അന്തവും കുന്തവും ഇല്ലാത്ത വെയിൽ. രാവിലെ കുടിച്ച വെള്ളവും കഴിച്ച പൊറോട്ട എല്ലാം എവിടെയോ പോയി. നമ്മൾ നടന്നു വരുമ്പോൾ ഈ ഒരു ചെടി കണ്ടോ, ഇത് പണ്ട് നമ്മൾ ഒരുപാട് നമ്മുടെ നാട്ടിലുണ്ടായിരുന്നതാണ്. ഇപ്പോൾ ഈ ഒരു മരമൊന്നും നമ്മുടെ നാട്ടിൽ കാണാനേ ഇല്ല. ഈ ഒരു കോട്ടയുടെ തൊട്ടടുത്ത് നിന്ന് നമുക്ക് കണ്ടോ ഈ ഒരു പൂ വേണമെങ്കിൽ പറിക്കാം. അത്രമാത്രം പൊക്കത്തിലാണ് ഈ ഒരു കോട്ട സ്ഥിതി ചെയ്യുന്നത്. മരത്തിൻ്റെ എൻഡ് ഭാഗമൊക്കെ താഴെ കാണാം. അപ്പോൾ നമുക്ക് കുറച്ച് നേരം തണലത്തൊന്ന് പോയിരിക്കാം. കാരണം വെയിൽ കൊണ്ട് പൊളിഞ്ഞ്. ഇത് നമ്മുടെ അവിടെയൊക്കെയുള്ള കോഴിവാലൻ ചെടിയാണ്. കോഴിവാലൻ എന്നൊക്കെ പറയും. തൊട്ടടുത്ത് മാങ്ങ വല്ലതുണ്ടോ? ഇല്ല, മാങ്ങയില്ല. മാങ്ങയ്ക്ക് ആൾക്കാർ പറിച്ച് തീർത്ത്. എന്തായാലും ഇനി 5 മിനിറ്റ് ഇവിടെ ഇരിക്കുക. ഈ തണലത്തിരുന്നിട്ട് ബാക്കിയുള്ള കാര്യങ്ങളങ്ങ് നോക്കാം. 1505 ഇന്ത്യയിലെ ആദ്യത്തെ പോർച്ചുഗീസ് വൈസ്രോയി ആയിരുന്ന ഡോം ഫ്രാൻസിസ്കോ ഡി അൽമേഡയാണ് സെൻറ്റ് ആഞ്ചലസ് കോട്ട നിർമ്മിച്ചത്. നിരവധി സുപ്രധാന ചരിത്ര സംഭവങ്ങൾക്ക് സാക്ഷ്യം വഹിച്ച ഈ കോട്ട നൂറ്റാണ്ടുകളായി പോർച്ചുഗീസുകാരിൽ നിന്ന് ഡച്ചുകാരിലേക്കും ഒടുവിൽ ബ്രിട്ടീഷുകാരിലേക്കും പലതവണ കൈമാറിയിട്ടുണ്ട്. മലബാറിലെ പോർച്ചുഗീസ് താൽപ്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിന് തന്ത്രപരമായ സൈനിക താവളമായി പ്രവർത്തിക്കുന്നതിനുമാണ് ഈ കോട്ട ആദ്യം നിർമ്മിച്ചത്. 1790 ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി കോട്ടയുടെ നിയന്ത്രണം ഏറ്റെടുക്കുകയും ഇന്ത്യ സ്വാതന്ത്ര്യം നേടുന്നതുവരെ ഒരു സൈനിക താവളമായി ഉപയോഗിക്കുകയും ചെയ്തു. ബ്രിട്ടീഷുകാർ കോട്ടയ്ക്കുള്ളിൽ നിരവധി കെട്ടിടങ്ങളും ഘടനകളും കൂട്ടിച്ചേർത്തു. ഇത് അതിൻ്റെ ചരിത്രപരമായ പ്രാധാന്യത്തിന് കാരണമായി. ഇവിടെ നിന്നുകൊണ്ട് ധർമ്മടം ഹാർബറിൻ്റെ ഒരു കാഴ്ച വളരെ മനോഹരമാണ്. കാഴ്ച വളരെ മനോഹരമാണെങ്കിൽ അടിക്കുന്ന വെയിൽ അത്ര സുഖകരമല്ലാത്തത് കൊണ്ട് താഴോട്ട് പോകാം. കാരണം ഇവിടെ നിന്ന് കഴിഞ്ഞാൽ പൊള്ളി പണ്ടാരടങ്ങിപ്പോവും. ഇവിടെ ആണെങ്കിൽ ഇരിക്കാനുള്ള സീറ്റ് കപ്പാസിറ്റി സംഭവങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ഇപ്പോൾ അത് മൊത്തം ദ്രവിച്ച് പൊട്ടി തവിട് പൊടിയായിരിക്കുവാണ്. നമുക്കിനി ഇവിടെ നിന്ന് മുകളിലോട്ട് കയറി നോക്കാം. ഇതിൻ്റെ മുകളിൽ എന്താണ് സംഭവം എന്നറിയാമല്ലോ. ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ പുറത്തോട്ട് തള്ളിയിരിക്കുന്ന പീരങ്കികൾ നമുക്ക് എല്ലായിടവും കാണാൻ പറ്റും. നടുവിൽ നിൽക്കുന്ന ഈ ഒരു മരം കണ്ടോ, ഈ ഒരു മരം മാത്രമാണ് ഇത്തിരി ഒരു തണൽ പ്രാധാന്യം നൽകുന്നത് ഇവിടെ. അയ്യോ, അപ്പോൾ ഏത് സൈഡിൽ കൂടി ശത്രുക്കൾ വന്നാലും ഇവിടെ നിന്ന് പീരങ്കി അടിക്കുന്നു, നേരെ അങ്ങ് വിട്ടു കൊടുക്കുന്നു. അടിപൊളി. ഇങ്ങനെ എല്ലാ ഭാഗത്തേക്കും പീരങ്കി പുറത്തേക്ക് തള്ളി നിൽക്കുന്ന രീതിയിൽ വച്ചിട്ടുണ്ട്. ഇതിന് എവിടെ നിന്നായിരിക്കുമല്ലോ, വെയിറ്റ് ഉണ്ടാകുമ്പോൾ ഒന്നുമില്ല. നല്ല കല്ലിലൊക്കെ സെറ്റ് ചെയ്ത് വച്ചിരിക്കുകയാണ്. അനങ്ങരുത് നീ ഒരിക്കലും, ചത്താൽ പോലും അനങ്ങരുത്. അങ്ങനെ 4 കുഴി ഇപ്പോൾ കാലൊടിഞ്ഞേന്. എനിക്ക് ഓൾക്കേരള ട്രിപ്പ് ഗുദാവഹ. 4 സൈഡിലേക്കും ഇതുപോലെ പീരങ്കി ടോപ്പിലുണ്ട് കേട്ടോ. നമ്മുടെ താഴെ എന്ന ഭാഗത്തില്ലായിരുന്നു, പക്ഷേ മുകളിലത്തെ ഭാഗത്ത് ഉണ്ട്. ഈ ബിൽഡിംഗ് എല്ലാം ബ്രിട്ടീഷുകാർ, ഡച്ചുകാരും ഓരോ വിദേശികൾ നിർമ്മിച്ച സംഭവമാണ്. ഇതെന്തായിരിക്കും, എന്തായാലും ഒരു പിടിയുമില്ല. മുകളിലത്തെ ലൈറ്റ് ഹൗസ് വല്ലതും ആയിരിക്കും. ലൈറ്റൊക്കെ മുകളിൽ നിന്ന് ശത്രുക്കളൊക്കെ ദൂരെ നിന്ന് വരുന്നുണ്ടെങ്കിൽ അറിയാൻ വേണ്ടി മുകളിൽ കയറി ഇരിക്കാൻ വേണ്ടി ചെയ്ത പഴയ കാലത്തെ സംഭവങ്ങളാണ്. അയ്യോ, ഒരു തുരങ്കം. അയ്യോ, കുറേ തുരങ്കം. അടിപൊളി. കയറിക്കഴിഞ്ഞ് ഇതിനകത്ത് ഓരോ സ്ഥലവും ഓരോ കോട്ടയായിട്ട് സ്ഥിതി ചെയ്യുകയാണ്. അടിപൊളി. എൻ്റെ മുകളിൽ കൂടെ നടക്കാവോ? താഴെ വീണ മിച്ചമില്ല ഗൈസ്, മിച്ചമില്ല. വേണ്ട,
അത് ചിലപ്പോൾ പണി കിട്ടുവാണെങ്കിൽ കിട്ടിയത് തന്നെ. എന്തിനാണ് വെറുതെ പണി വാങ്ങിച്ച് കൂട്ടുന്നത്? എന്തായാലും ഇനി നടന്ന് താഴോട്ടിറങ്ങാം. ഒരു പരുന്ത് പറന്ന് വരുന്നുണ്ട് നമ്മളടുത്തൂടെ. അവൻ അങ്ങ് പോട്ടെ, നമുക്കിനി എന്തായാലും നടന്നങ്ങ് താഴെ ഇറങ്ങണം. ഇത് വലിച്ച് തുറന്നു കഴിഞ്ഞാൽ നമുക്ക് അകത്തോട്ട് പോകാൻ പറ്റുമായിരിക്കും. എൻ്റെ അമ്മോന്തര വെയിറ്റ് താഴൂല്ലേടെ നീ എല്ലാം പൂഞ്ഞു ഗൈസ്. നമുക്ക് താഴെ ഈ തുരങ്കം കാണാം. ഇത് തുരങ്കമാണോ ജയിലാണോ എന്നൊരു പിടിയില്ല. ഇവിടെ കുറച്ച് ചെടികളൊക്കെ ഉണ്ട്, നമ്മുടെ തെറ്റി, മുള, ഇതെല്ലാം ഈ മരങ്ങളെല്ലാം വെയിലിനെ സ്വാധീനിച്ച് ഈ വെയിലത്തും കട്ടയ്ക്ക് നിൽക്കുമല്ലേ, അതറിഞ്ഞൂടായിരുന്നു. എന്തായാലും അതൊരു പുതിയ അറിവായിപ്പോയി. നമുക്കിവിടെ നിന്ന് കഴിഞ്ഞാൽ 4 സൈഡും കടൽ മാത്രമേ കാണാൻ പറ്റുള്ളൂ. ഒരു സൈഡ് 3 സൈഡും കടൽ മാത്രമേ കാണാൻ പറ്റൂ. ഒരു സൈഡ് മാത്രമാണ് റോഡായിട്ട് അവശേഷിക്കുന്നത്, നമ്മൾ വന്ന റോഡ്. ബാക്കിയുള്ള 3 ഭാഗവും ഇതിൻ്റെ കടലാണ്. ഫോർട്ട് കണ്ട് 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 വെയിൽ കൊണ്ട് 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 ചത്തു ഗൈസ്. ചത്തെന്ന് പറഞ്ഞാൽ പോലെ അതുക്കും മേലെ. ഇതൊരു വഴിയാണ്. ഇവിടെ ഇറങ്ങി നിന്ന് മീനൊക്കെ പിടിക്കുന്നുണ്ട്. അതുകൊണ്ട് കക്കയും ചിപ്പിയൊക്കെ അവിടെ ഇഷ്ടം പോലെ ഇരിപ്പുണ്ട് കേട്ടോ. ആ കല്ലിൻ്റെ പുറത്ത് സെറ്റാണ്. നമുക്ക് ഈ കടലിൻ്റെ കരയിൽ കൂടെ തന്നെ നടക്കാം, ഇതിൻ്റെ മുകളിൽ കൂടെ. പയ്യന്മാരൊക്കെ വന്നിട്ട് ഒരുപാട് നടക്കുന്നുണ്ട്, ഫാമിലീസൊക്കെ കുറേ വരുന്നുണ്ട്, കൂടാതെ കപ്പിൾസും വരുന്നുണ്ട്. അത് മറ്റൊരു സത്യം. നമ്മൾ പിന്നെ ഈ യാത്ര ചെയ്യുമ്പോൾ സിംഗിളായിട്ട് നടക്കുന്നുണ്ട്. നമ്മൾ സിംഗിൾ പിസംഗേ അല്ലേ, അതിൽ വിഷമമൊന്നുമില്ല കേട്ടോ. ഇവിടെ കടൽ വന്നടിച്ചടിച്ച് കടലിൻ്റെ സൈഡെല്ലാം അങ്ങ് പോയി, കരിങ്കല്ലെ കൊണ്ട് അടുക്കിയിരിക്കുകയാണ് ആ വെള്ളം ഇങ്ങോട്ട് കയറാതിരിക്കാൻ വേണ്ടി. പക്ഷെ എന്നാലും കടലല്ലേ, പറഞ്ഞാൽ കേൾക്കണ്ടേ. അപ്പം നമുക്കേ ഇതിനകത്തേക്കൊന്ന് കയറി നോക്കാം. ഇതെന്താണ് സംഭവം എന്നറിയണമല്ലോ. ഒന്നുമില്ല. ഇവിടെ നിന്ന് അങ്ങോട്ട് ഇത് മൊത്തം ഒരു തുരങ്കം പോലെ പോയിരിക്കുവാണ്. എനിക്ക് തോന്നുന്നു ഈ പണ്ടത്തെ പടയാളികളെയൊക്കെ കൊണ്ട് കിടത്തിയിരിക്കുന്ന സ്ഥലമായിരിക്കും. പടയാളികൾ ഇതിനകത്തായിരിക്കും കിടന്നിരുന്നത്. അല്ല എങ്കിൽ വേറെ എന്തെങ്കിലും സംഭവമായിരിക്കും. എന്താണെന്ന് കറക്റ്റ് ഒരു പിടിയില്ല കേട്ടോ. സെറ്റ്. അവിടെ കപ്പിൾസാണ്, അങ്ങോട്ട് പോകണ്ട. ഈ ഒരു ഭാഗം ഫുൾ ഇരുട്ടായിട്ടാണ് വരുന്നത് കേട്ടോ, നല്ല ഇരുട്ടാണ്. അതിൻ്റെ കാരണം ഇതിൻ്റെ നടുവിൽ കുറച്ച് ഫില്ലർ വരുന്നുണ്ട്. ഈ ഫില്ലറിൻ്റെ അപ്പുറത്താണ് വെട്ടം, ആദ്യത്തെ ഒരു സെക്ഷൻ വെട്ടം അടിക്കുന്നത്. അപ്പോൾ ഈ ഒരു ഭാഗം മാത്രമേ നമുക്ക് ക്ലിയറായിട്ട് കാണാൻ പറ്റത്തുള്ളൂ. ഈ ഒരു ചിത്രകല ഇതൊരു സെറ്റാണ്. ഇവർ എന്തർത്ഥത്തിൽ ചെയ്തിട്ടുണ്ടെങ്കിലും വളരെ മനോഹരമായിട്ട് ഇതെല്ലാം ചെയ്തിട്ടുണ്ട് കേട്ടോ. ഈ സെൻറ്റ് ആഞ്ചലോ കോട്ട കാണാൻ കുറേ ഉണ്ട്. ഈ വെയിലത്ത് നടന്ന് കാണക്കുവാണെങ്കിൽ ഇത്തിരി ടാസ്ക് പിടിച്ച പരിപാടിയാണ്. ഈ തുരങ്കത്തിൻ്റെ മുകളിലാണെന്ന് തോന്നുന്നു നമ്മൾ നേരത്തെ കമ്പി കണ്ടതല്ല. അവിടെയല്ല, വേറെ എവിടെയാണ്. ഇവിടെ ആളുകൾക്ക് ഇരിക്കേണ്ട, ആർക്കോ ഇരിക്കേണ്ട ഒരു കസേര. ഇത് കണ്ടോ, ഒരു തുരങ്കമാണ്. ഈ തുരങ്കത്തിനകത്തൂടെ അവിടം തുറന്നു കഴിഞ്ഞാൽ, ആ ഒരു ഗേറ്റൂടെ തുറന്നു കഴിഞ്ഞാൽ നമുക്ക് അപ്പുറത്ത് പോകാൻ പറ്റും. ഇത് പണ്ടത്തെ യുദ്ധത്തിന് വേണ്ടിയൊക്കെ പെട്ടെന്ന് ചാടി ഓടി പുറപ്പെട്ട് ഇറങ്ങിപ്പോയുള്ള വഴിയാണെന്നാണ് തോന്നുന്നത്. ഇവിടെ ഒരു കിണറുണ്ട് ഇതിൻ്റെ ഈ കോട്ടയുടെ നടുവിലായിട്ട്. നിറയെ വെള്ളം കിടക്കുക. മീനും വല്ലതും ഉണ്ടോ? ഇല്ല. ഒരുപക്ഷെ ഉപ്പ് വെള്ളമായിരിക്കാൻ ചാൻസ് ഉണ്ട്, കാരണം തൊട്ടടുത്ത് കടലാണല്ലോ. അങ്ങനെയാണെങ്കിൽ ഉപ്പുവെള്ളമായിരിക്കാനാണ് ചാൻസ്. നമുക്കിനി അവിടുത്തെ ഒരു വ്യൂ കൂടെ ഒന്ന് കാണണം. അത് കണ്ടിട്ട് അങ്ങ് പോവാം, കാരണം വെയിൽ കൊണ്ട് പൊളിഞ്ഞു. ഈ കിണറും അതിൻ്റെ തൊട്ടടുത്ത് നമ്മൾ നേരത്തെ കയറി ഇറങ്ങിയ ഗുഹ പോലത്തെ സംഭവം. ഇവിടെ ഫീഡിങ് റൂമൊക്കെ ഉണ്ട്. ഇവിടെ നിന്നുകൊണ്ടുള്ള ഒരു കാഴ്ച കാണിച്ചു തരാം കടലിൻ്റെ. ഈ പീരങ്കിയുടെ അടുത്തുകൂടെ നമുക്ക് പോയിട്ട് ഇവിടെ നിന്നും കൊണ്ട് കടലിൻ്റെ കാഴ്ച, നല്ല നീല കളറടിച്ച് കിടക്കുന്ന കടൽ. ആഹാ, അടിപൊളി. അപ്പോൾ നമ്മൾ ഇനി ഇവിടെ നിൽക്കുന്നില്ല, ഇനി ഇവിടെ നിന്ന് വെളിയിലോട്ട് ഇറങ്ങേണ്ട സംഭവങ്ങൾ നോക്കട്ടെ. ഇവിടെ ആണെങ്കിൽ ഒരുപാട് മരങ്ങളൊക്കെ ഉണ്ട്, അത്യാവശ്യം നല്ല തണൽ ഈ ഒരു ഭാഗത്തൊന്നും ഇപ്പോൾ കിട്ടിയിട്ടുണ്ട് നമുക്ക്. അപ്പോൾ ഇനി നമുക്കിവിടെ നേരെ പുറത്തോട്ടിറങ്ങണം. പുറത്തോട്ടിറങ്ങി അങ്ങോട്ടുള്ള കാഴ്ചകളൊന്ന് കാണാൻ ഉണ്ടോ എന്ന് നോക്കട്ടെ. ഫൈനലി നമ്മൾ ഇവിടെ നിന്ന് പുറത്തേക്ക് ഇറങ്ങാൻ പോവാണ്. സെൻറ്റ് ആഞ്ചലോ കോട്ട, അങ്ങനെ കണ്ണൂരിലെ പോർച്ചുഗീസുകാർ നിർമ്മിച്ച സെൻറ്റ് ആഞ്ചലോ കോട്ടയും നമ്മൾ കണ്ടു. ഓൾ കേരള ട്രിപ്പിൻ്റെ ഡേ 10 ഇന്ന് കണ്ണൂരുണ്ട്. ഇനി വൈകുന്നേരം, ഇപ്പോൾ രാവിലെ വീഡിയോ എടുത്ത് തീർന്നു,
ഇനി അടുത്ത് ഉച്ചയ്ക്ക് കുറേ പണിയുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇനി വൈകുന്നേരമായിരിക്കും അടുത്ത വീഡിയോ എടുക്കാൻ പോകുന്നത്. മറ്റ് സ്ഥലങ്ങളൊന്നും നമ്മളിവിടെ കണ്ണൂർ കവർ ചെയ്യുന്നില്ല, കാരണം നേരത്തെ ഞാൻ കണ്ടിട്ടുണ്ട്. അത് പോയിട്ട് എനിക്ക് നാളെ പറ്റുവാണെങ്കിൽ കാസർഗോഡിലോട്ട് പോകണം എന്നൊരു പ്ലാനുണ്ട്. അപ്പോൾ നമ്മൾ ഈ ഒരു വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. അടുത്തൊരു വീഡിയോ ആയിട്ട് നമ്മൾ വരുന്നതായിരിക്കും. അതുവരെ സീ യു സൂൺ.